ഹലോ. കുറേ പേര് ഇങ്ങനെ സജസ്റ്റ് ചെയ്തിരുന്നു ട്രേഡിംഗ് വ്യൂയുടെ യൂസ് ചെയ്യാൻ എളുപ്പമായിട്ട് യൂസ് ചെയ്യാനുള്ള ഒരു വീഡിയോ. സോ ഓക്കെ, ഒന്നുമില്ല, ജസ്റ്റ് ബേസിക്സ് തൊട്ട് അങ്ങ് പോവാം. സോ ഫസ്റ്റ് ഇത് ആക്ച്വലി ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ചാർട്ടിംഗ് ടൂൾസ് ആണ്. ആൻഡ് ഇഫ് വേറെ എന്തെങ്കിലും ഒരു സ്റ്റോക്കിലോട്ട് പോകണമെങ്കിൽ വേറെ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് നിങ്ങളുടെ കീബോർഡിൽ ടൈപ്പ് ചെയ്ത് ലെറ്റ്സ് ടാറ്റ മോട്ടോഴ്സ്. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് കീബോർഡിൽ ടൈപ്പ് ചെയ്തതേ ഉള്ളൂ, അപ്പോഴത്തേക്ക് അതങ്ങ് വരും. ഓക്കെ, ആൻഡ് ഇനിയിപ്പം നിങ്ങൾക്ക് ആക്ച്വലി ടൈം ഫ്രെയിം മാറ്റേണ്ടത്, ഇതിപ്പോൾ 4 hour ഷിഫ്റ്റ് ചെയ്യണം. അപ്പോഴും നിങ്ങൾ ആക്ച്വലി മറ്റേ കീബോർഡിൽ പോയിട്ട് ടൈപ്പ് ചെയ്താൽ മതി, നമ്പർ ടൈപ്പ് ചെയ്താൽ മതി, ലെറ്റ്സ് 15 ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ കൊടുത്താൽ മതി, യു ക്യാൻ ഗെറ്റ് ദാറ്റ്. ഓക്കെ, ഇനി നമുക്ക് ടൂൾസിലോട്ട് പോകാം. സോ അത് രണ്ടും നോക്കണം, കാരണം പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യാനൊക്കെ നല്ല ഉപകാരമായിരിക്കും. ഇനി നമുക്ക് ടൂൾസിലോട്ട് പോകുമ്പം ഞാൻ ആവശ്യമുള്ളതൊക്കെ നമ്മളിങ്ങനെ സ്റ്റാർ ചെയ്തിടുമ്പോൾ ഉണ്ടല്ലോ, പെട്ടെന്ന് ഇവിടെ ഫ്രണ്ടിൽ വന്ന് കിടക്കും, എപ്പോഴും ഇതിലോട്ട് പോകണ്ട. ഓക്കെ, സോ ആഡ് ടു ഫേവറേറ്റ്സ് എന്ന് പറഞ്ഞ് കിടക്കും. ഓക്കെ, സോ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വരും, ദെൻ ആരോ, പിന്നെ എനിക്ക് ആവശ്യമുള്ളതാണ് ഇടുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആവശ്യം വന്നാൽ അത് അങ്ങനെ ഇടുക. അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാം അങ്ങ് എന്തോ ഇതിലോട്ടിടുക. ബ്രഷൊക്കെ എനിക്ക് ആവശ്യമുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. ആൻഡ് റെക്റ്റാങ്കിൾ, ഇതിലാകെ ഫിബ് മാത്രം. പിന്നെ ഇത് എഴുതാൻ വേണ്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോൾ ഔട്ട്. പിന്നെ ലോങ് പൊസിഷൻ, ഷോർട്ട് പൊസിഷൻ, ഡേറ്റ് ആൻഡ് പ്രൈസ് റേഞ്ച്. ഓക്കെ, ഇപ്പോഴത്തേക്കും അത്രയും മതിയായിരിക്കും. ഇനിയുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതിപ്പോൾ യൂസ് ചെയ്യാൻ എല്ലാവർക്കും അറിയാമായിരിക്കും. ഓക്കെ, സോ ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ അറിയാത്ത ആരും കാണത്തില്ല. ഓക്കെ, ആൻഡ് ഇനിയിപ്പോൾ അടുത്ത കാര്യം എന്ന് വെച്ചാൽ ട്രെൻഡ് ലൈൻ എങ്ങനെ കസ്റ്റമൈസ് ചെയ്യണം. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഓപ്ഷൻ വരും. ഓപ്ഷനിൽ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ആക്ച്വലി ഇങ്ങനെ ചേഞ്ച് ഒക്കെ ചെയ്യാം. ഓക്കെ, സോ ഇതിൻ്റെ മറ്റേ ലൈൻ്റെ ടൈപ്പ് മാറ്റാം, ആൻഡ് ലൈൻ്റെ സൈസ്, അങ്ങനെ കുറേ ചെയ്യാം. ആൻഡ് ഇഫ് നിങ്ങൾക്ക് ലൈനിൽ എന്തെങ്കിലും എഴുതണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതെടുത്ത് ക്ലിക്ക് ചെയ്താൽ മതി. ആൻഡ് ദെൻ ഇവിടെ ഷോ ടെക്സ്റ്റ് കൊടുക്കുക. ആൻഡ് ഇവിടെ ഇപ്പം ട്രെൻഡ് ലൈൻ മിക്കവാറും ഞങ്ങൾ ലിക്വിഡിറ്റി ഗ്രാബ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ ലിക്വിഡിറ്റി അല്ലെങ്കിൽ LIQ എന്ന് എഴുതിയാൽ മതി, ഷോർട്ട് ഫോം ആയിരിക്കും ഏറ്റവും നല്ലത്. ആൻഡ് ദെൻ അതിൻ്റെ ടെക്സ്റ്റ് ഇങ്ങനെ ചേഞ്ച് ചെയ്യാം. ഓക്കെ, പിന്നെ അത് എവിടെ അലൈൻ ചെയ്യണമെന്നുണ്ട്, ടോപ്പ്, മിഡിൽ, ബോട്ടം, അതായത് ലൈനിൻ്റെ ടോപ്പിലാണോ മിഡിലാണോ ബോട്ടമിലാണോ. ഓക്കെ, ആൻഡ് ഇത് എൻ്റർ കൊടുക്കരുത്. ഓക്കെ, ഓക്കെ കൊടുക്കരുത്. ഇവിടെ ടെംപ്ലേറ്റ് ഉണ്ടല്ലോ, ഇത് ക്ലിക്ക് ചെയ്തിട്ട് സേവ് ആസ് കൊടുക്കണം. ഓക്കെ, ആൻഡ് ദെൻ ലിക്വിഡിറ്റി നിന്ന് അവിടെ ഒരു നെയിം കൊടുത്താൽ മതി എന്തെങ്കിലും. ഓക്കെ, സേവ്. ഓക്കെ, ഓക്കെ, ആൻഡ് ഇനി ഇപ്പം എന്തെങ്കിലും എടുത്തിട്ട് ഇങ്ങനെ പോകണം വിചാരിച്ചു. ഓക്കെ, ഇതിപ്പോൾ കുഴപ്പമില്ല, ബട്ട് ചില സമയത്ത് ഇത് വരത്തില്ല. അപ്പോൾ ഇത് കണ്ട ടെംപ്ലേറ്റ്സ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ എടുത്താൽ മതി. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് വേറെ ഒരെണ്ണം ചെയ്യാം. ഇത് ട്രെൻഡ് ആൻഡ് ലിക്വിഡിറ്റി അല്ലേ. ഇനി അടുത്ത ഇതിപ്പം ഈക്വൽ ഹൈ ഞാൻ ഫോം ചെയ്യണം. ഓക്കെ, ആൻഡ് ദെൻ ഓക്കെ, അത്രേ ഉള്ളൂ. ഇതിൻ്റെ ഇത് വന്നിട്ട് ലൈൻ ചാർട്ടാണ്, വിഡ്ത്ത് ലെറ്റ്സ് 2 ആക്കാം. ഓക്കെ, ആൻഡ് ദെൻ ഇതിനെ ഞാൻ സേവ് ചെയ്യുന്നു. ഓക്കെ, രണ്ട് മെത്തേഡിലും സേവ് ചെയ്യാം. ആൻഡ് ഇത് ഞാൻ സേവ് ചെയ്യുന്നത് വെച്ചാൽ ഈക്വൽ ഹൈ ആയിട്ടാണ്, EQH. ഓക്കെ, സോ ഇതിപ്പം ഇനിയിപ്പം നമുക്ക് ഒന്നും കൂടെ എല്ലാത്തിലോട്ട് പോകാം. ഓക്കെ, സോ എനിക്കിപ്പോൾ ഇവിടെ ഒരു ഈക്വൽ ഹൈ ആണ് വരയ്ക്കണമെങ്കിൽ ഞാൻ ആക്ച്വലി ആദ്യം ട്രെൻഡ് ലൈനിൽ ക്ലിക്ക് ചെയ്യും. ആൻഡ് ദെൻ ഈ ഒരു ഓപ്ഷൻ കണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്യും. അപ്പോൾ എനിക്ക് രണ്ടെണ്ണം ഉണ്ട്, ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഈക്വൽ ഹൈ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഈക്വൽ ഹൈ മാർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇത് വരും. ആൻഡ് ഇതിപ്പോഴും ഇങ്ങനെ ആടിക്കൊണ്ടില്ല, ഓരോ ആംഗിളിൽ കിട്ടും. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് കറക്റ്റ് 90 ഡിഗ്രി ആക്കണമെങ്കിൽ ജസ്റ്റ് ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ കണ്ട ഒരു ആംഗിൾ 90, 45, 180 ആ ഒരു ആംഗിളാവും. ഷിഫ്റ്റ് മാറ്റുമ്പോൾ ഏത് ആംഗിൾ ആണെങ്കിലും കിട്ടും. അപ്പോൾ ഇത് ഈക്വൽ ഹൈ എന്ന് വേണമെങ്കിൽ എനിക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, ആൻഡ് ദെൻ ഇനി അടുത്ത ഇപ്പോൾ ട്രെൻഡ് ലൈൻ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഇത് ക്ലിക്ക് ചെയ്തിട്ട് ലിക്വിഡിറ്റി കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ തിരിച്ച് മറ്റേ ഇതിലോട്ട് വരും. ആൻഡ് അതേപോലെ എല്ലാം നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഇത് ടെക്സ്റ്റ് എടുത്തെന്ന് വിചാരിച്ചു. ടെക്സ്റ്റ് എടുത്ത് ഞാൻ ഇപ്പോൾ ഇവിടെ എഴുതാണ്, എന്തോ എഴുതാം, ഹലോ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണേ, ഹലോ, ആൻഡ് ദെൻ ഐ എം ഗോയിങ് ടു സേവ് ഇറ്റ്, സേവ് ആസ് ഹലോ. ഓക്കെ, ഓക്കെ, ആൻഡ് ദെൻ ഇനി അടുത്ത ഒരെണ്ണം എടുക്കുകയാണ്, ടെക്സ്റ്റ്,
ബൈ. രണ്ടും അങ്ങനെ പെട്ടെന്ന് വന്നേ ഉള്ളൂ. സേവ് ആസ് ബൈ. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം നിങ്ങൾ സേവ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ, അടുത്ത പ്രാവശ്യം നിങ്ങൾ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ രണ്ടും വരും. ഓക്കെ, ആൻഡ് ദെൻ ഹലോ ക്ലിക്ക് ചെയ്യുമ്പോൾ ഹലോ വരും. വന്നു. ഓക്കെ, ഹലോ ക്ലിക്ക് ചെയ്യുമ്പോൾ ഹലോ വരും. ആൻഡ് ദെൻ ഇതിപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ആക്കണമെങ്കിൽ ജസ്റ്റ് Ctrl+C Ctrl+V കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പം മൾട്ടിപ്ലൈ ആയിട്ട് വന്നോളും. പിന്നെ എന്തുവാണുള്ള, പിന്നെ ഇപ്പം നിങ്ങളിപ്പോൾ ഇതെടുത്തെന്ന് വിചാരിച്ചു, റെക്റ്റാങ്കിൾ ടൂൾ. കാരണം റെക്റ്റാങ്കിൾ ടൂൾ നമ്മൾ കുറേ യൂസ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ ആക്ച്വലി കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. സെയിം തിങ് തന്നെ. ഓക്കെ, ഇവിടെ എടുക്കുമ്പോൾ 2 POI എനിക്കുണ്ട്. അതേപോലെ നിങ്ങൾ ഇഷ്ടമുള്ളവരുടെ ഇപ്പോൾ ലെറ്റ്സ് സേ ഇതൊരു ഡിമാൻഡ് എന്ന് പറഞ്ഞ് എഴുതാണ്. ഓക്കെ, അപ്പോൾ ഇത് ബോക്സിൻ്റെ അകത്ത് വരും. ഓക്കെ, ഡിമാൻഡ്. ആൻഡ് ദെൻ ഇതിൻ്റെ കളർ മാറ്റി ലെറ്റ്സ് സേ നിങ്ങൾ ഗ്രീൻ ആക്കണം. ഓക്കെ, ആൻഡ് തീർന്നില്ല. ഇനിയും കസ്റ്റമൈസ് ചെയ്യാൻ വേണമെങ്കിൽ ഇതെടുത്തിട്ട് ഇതിൻ്റെ ഏരിയ ബ്ലാക്ക് ആക്കാൻ വിചാരിച്ചു. ബ്ലാക്ക് മാത്രമല്ല, അതിൻ്റെ ഒപ്പാസിറ്റിയും കൂടെ ആക്ച്വലി നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ബ്ലൂ. ഓക്കെ, ആൻഡ് ദെൻ ഇവിടെ വന്നിട്ട് സേവ് കൊടുത്താൽ മതി, ലൈക്ക് ഡിമാൻഡ്. ഓക്കെ, സേവ്, എൻ്റർ. അപ്പോൾ അടുത്ത ഞാൻ ഇപ്പോൾ റെക്റ്റാങ്കിൾ ടൂൾ എടുക്കുകയാണ്. ആൻഡ് ദെൻ എനിക്കിപ്പോൾ 3 എണ്ണം വരും, ഡിമാൻഡ്, POI. ഓക്കെ, സോ POI ആണ് മാർക്ക് ചെയ്യണമെങ്കിൽ POI ക്ലിക്ക് ചെയ്യുക. ഓർ ഇനി അതിനെ ചേഞ്ച് ചെയ്ത് ഡിമാൻഡ് ആക്കുകയാണെങ്കിൽ അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി, ഡിമാൻഡായി മാറിക്കോളും. സോ അത്രേ ഉള്ളൂ, ഭയങ്കര സിമ്പിളാണ്. ആൻഡ് ദെൻ ലെറ്റ്സ് സേ ഇതിപ്പം നിങ്ങളിപ്പോൾ ഡ്രോയിങ് ടൂളാണ് എടുത്തെന്ന് വിചാരിച്ചപ്പോൾ നിങ്ങൾ കുറേ വരയ്ക്കാൻ പറ്റും. ആൻഡ് ദെൻ ഇനിയിപ്പം കുറേ വരച്ചെന്ന് വിചാരിച്ചു, അപ്പം നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ബട്ട് അതിനേക്കാൾ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ക്രോസ് ഹെയർ. ഞാൻ ആക്ച്വലി യൂസ് ചെയ്തില്ല. ഓക്കെ, സോ ഈ ഒരു ക്രോസ് ഹെയറും കൂടെ ഞാൻ അതിനേക്കാൾ ബെറ്റർ എന്ന് വരുന്നതെന്ന് വെച്ചാൽ ഈ കൺട്രോൾ ഇസഡ് എന്ന് പറയുമ്പോൾ അണ്ടുമാണ്, അത് ഞെക്കിപ്പോയത്. ഓക്കെ, എല്ലാം പോയിക്കോളും, ബാക്കിലോട്ട് അങ്ങ് പോകും. ഇനി അതും ചെയ്യാൻ മടിയാണെങ്കിൽ ഇങ്ങനെ താഴെ പോയിട്ട് ഇവിടെ ഒരു ഒബ്ജക്റ്റ് ട്രീ ഉണ്ട്. ഓക്കെ, ഒബ്ജക്റ്റ് ട്രീയിൽ നിങ്ങൾ വരച്ച ടൂൾസ് എല്ലാം കിട്ടും. ഇതെല്ലാം അങ്ങ് ഡിലീറ്റ് ചെയ്ത് പോയാൽ അപ്പോൾ എല്ലാം അങ്ങ് പൊയ്ക്കോളും. അല്ലെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് മാർക്ക് ചെയ്തിട്ട് അങ്ങ് ഡിലീറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആൻഡ് എല്ലാം ഒരുമിച്ച് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് ഇവിടെ ഈ ഒരു ഡിലീറ്റ് ഉണ്ടോ, ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ റിമൂവ് ഡ്രോയിങ്, റിമൂവ് ഇൻഡിക്കേറ്റേഴ്സ്, റിമൂവ് ഡ്രോയിങ് ആൻഡ് ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം അങ്ങ് പൊയ്ക്കോളും. അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെറുതായിരുന്നു, ചെറുതിൽ 7 മിനിറ്റായി, എന്നാലും കുഴപ്പമില്ല, യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നു. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിലോട്ട് ഇട്ടാൽ മതി, എന്തോ പഠിക്കണമെന്ന്. ഓക്കെ, ട്രേഡിംഗ് വ്യൂവിനെ കുറിച്ചും വേറെ എന്തെങ്കിലും ആയാലും കുഴപ്പമില്ല, കമൻറ്റിലോട്ട് ഇട്ടാൽ മതി. ആൻഡ് ദെൻ വിൽ മേക്ക് എ വീഡിയോ ഓൺ ദാറ്റ്. ഓക്കെ, സോ താങ്ക് യു, ബൈ ബൈ.